ചെയ്ത ഗോൾവാക്കറിന്റെയും ഹെഡ്ഗോവാറിന്റെയും എല്ലാം അനുയായികളായ RSSന്റെ മിക്കറിത്തവന്മാര് പരസ്യമായി വാളും വെച്ചുകൊണ്ട് പദസഞ്ചലനം നടത്തുമ്പോ ആർക്കും പ്രശ്നമല്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ ചെറുപ്പക്കാരെവിടെയെങ്കിലും ഫ്രീഡം പരേഡ് നടത്തുമ്പോ പ്രശ്നമാ, അത് പ്രശ്നമാ. അവിടെ പിന്നെ ആളിറങ്ങി മനക്കിളിങ്ങിട്ട് ഇറങ്ങുക, അതിങ്ങനെ അന്വേഷിക്കാൻ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. സിമിക്കാരെന്ന് ജീവിച്ചിരിപ്പുണ്ടോ, എന്നെങ്കിലും സിമിയിലുള്ള ഏതെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനൊക്കെ ആത്മഹത്യ ചെയ്യണമെന്നാ പറയുന്നേ. പളനിബാബയുടെ ആളുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ, അവനൊക്കെ ആത്മഹത്യ ചെയ്യണമെന്നാ പറയുന്നേ. എന്നാൽ ഇവിടെ മറ്റുള്ളവർക്ക് എന്തും ചെയ്യാം, മറ്റുള്ളവർക്ക് എന്തും പറയാം, മറ്റുള്ളവർക്ക് എന്ത് പേക്കൂട്ടം കാണിക്കാം. മുസ്ലിം സമുദായത്തിന്റെ പിറകിൽ ഇങ്ങനെ ആള് വന്നുകൊണ്ടിരിക്കുക. മുസ്ലിം സമുദായത്തിന്റെ പുറകിൽ ഒരു പേര് മതി, മുസ്ലിമാണോന്നൊന്നുമില്ല. 2-3 ദിവസം മുമ്പ് തിരുച്ചിയിൽ തമീമുൽ അൻസാരി എന്ന് പറയുന്ന ഒരുത്തനെ അറസ്റ്റ് ചെയ്തു. മുസ്ലിമാണെന്നൊന്നും പറയാൻ പറ്റൂല, നിരീശ്വരവാദിയ, അള്ളാഹ് ഉണ്ടെന്ന് പോലും വിശ്വസിക്കുന്നില്ല. അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് പറഞ്ഞു തീവ്രവാദിയ. കാരണം എന്താ? തമീമുൽ അൻസാരി മുസ്ലിം പേരാണല്ലോ, മുസ്ലിം പേരാണല്ലോ. അവന്റെ പാർട്ടിക്കാരനങ്ങിയിട്ടില്ല ഇതുവരെ. കാരണം അങ്ങനെയാണെങ്കിൽ അങ്ങ് പോട്ടെ, അതങ്ങ് പൊക്കോട്ടെ എന്ന് അവർ വിചാരിക്കുന്നേ. ഒരു മുസ്ലിം പേര് മതി, എല്ലാവരും ഇങ്ങനെ പുറവില് വരും, എല്ലാവരും ഇങ്ങനെ പുറവില് വരും. പാവപ്പെട്ട വികലാംഗനായ 1.25-കാരനായ പണ്ഡിതനായ മതപ്രഭാഷകനായ അബ്ദുൽ നാസിർ മദനി എന്തു പറയുന്നു? കൊടകിൽ പോയോ, അവിടെ പോയോ, ബോംബുണ്ടാക്കിയോ, പിറകിലിങ്ങനെ ആളാ. എന്നാൽ ഇവിടെ രഥയാത്ര നടത്തിക്കൊണ്ട് തീവ്രവാദം പ്രസംഗിക്കുന്നു. ഇപ്പൊ കേരളത്തിലൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ചരിത്രാധ്യാപക എന്ന് പറയുന്ന ഒരു നീർക്കോലി. അങ്ങ് കാസർഗോഡ് മഞ്ചേശ്വരത്തിൽ നിന്ന് പാറശാല വരെ തീവ്രവാദം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. ആർക്കും വേണ്ട. അപ്പൊ നമുക്കിതെല്ലാം പേടിയാ. പലയിടത്തും ചെല്ലുമ്പോഴും പറയുന്നുണ്ട്, പൊന്നുസ്താദെ സമുദായത്തിന് എന്തോ ആയിക്കോട്ടെ, നിങ്ങളൊന്നും പറയില്ലേ, റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നേ. നമുക്കതെല്ലാം പേടിയാ. എന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, അതിലും വലിയ റെക്കോർഡിംഗ് നടക്കുകയാണ്. ഇത് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലി ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിദു മിൻ ഖൗലി ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്കെങ്കിലും നീ എന്ന് മൊഴിഞ്ഞാൽ, ഒരു വാക്കെങ്കിലും നീ എന്ന് പറഞ്ഞാൽ, നിന്റെ നാവിനോട് ഒരു വാക്കെങ്കിലും ഒന്ന് വീണുപോയാൽ അതെല്ലാം റെക്കോർഡ് ചെയ്യാൻ പടച്ച തമ്പുരാന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഫോഴ്സായ റഖീബിനെയും അതീദിനെയും നാം ഇതാ ചുമതലപ്പെടുത്തിയിരിക്കുകയാ. എന്റെ സഹോദരങ്ങളെ, ആ റഖീബും അതീദും സകല കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ട്, സകല കാര്യങ്ങളും തയ്യാറാക്കിയിട്ട് കുറ്റപത്രം ഇതാ സമർപ്പിക്കുന്നു. കിതാബുകൾ ഇതാ വെച്ചു കൊടുക്കുന്നു. എല്ലാവരുടെയും കയ്യിലിതാ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് പടച്ച തമ്പുരാൻ പറയുന്നു, എല്ലാവരും നിങ്ങളുടെ കിതാബുകൾ വായിച്ചു നോക്കുക. ഈ സമയം ഇതാ വലതുകൈയിലേക്ക് കിതാബ് കൊടുക്കപ്പെട്ട ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഉണ്ടല്ലോ. അവരെല്ലാം അവരുടെ ഇങ്ങനെ കിതാബ് തുറന്നു നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി വിളിച്ചു പറയാൻ തുടങ്ങും, സന്തോഷത്തോടുകൂടി വിളിച്ചു പറയുകയാണ്, ഒന്ന് വരുമോ എന്റെ കിതാബൊന്ന് വായിച്ചു നോക്കുമോ, എന്റെ കിതാബൊന്ന് വായിച്ചു നോക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടവർ വിളിക്കുകയാണ്. കാരണം എന്താ? ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം ഇതിലുണ്ടല്ലോ, ഒരു കാര്യം പോലും വിട്ടുപോയിട്ടില്ല. എന്റെ നിസ്കാരം ഇതിലുണ്ടല്ലോ, എന്റെ ദഅവത്ത് ഇതിലുണ്ടല്ലോ, എന്റെ ജിഹാദ് ഇതിലുണ്ടല്ലോ, എന്റെ സുന്നത്ത് ഇതിലുണ്ടല്ലോ, എന്റെ നോമ്പ് ഇതിലുണ്ടല്ലോ, എന്റെ സ്വലാത്ത് ഇതിലുണ്ടല്ലോ, എന്റെ വിക്ർ ഇതിലുണ്ടല്ലോ, എന്റെ പെറുത ഇതിലുണ്ടല്ലോ, ഇതിനു വേണ്ടി ഞാൻ കൊടുത്ത എല്ലാ സെക്കൻഡുകളും ഇതിലുണ്ടല്ലോ, എന്റെ ചുവച്ചടികൾ ഇതിലുണ്ടല്ലോ, എല്ലാം ഇതിലുണ്ടല്ലോ. മാത്രമല്ല, ദുനിയാവിൽ ഞാൻ ജീവിച്ചത് ദുനിയാവിലെ വിചാരണയെ ഭയന്നുകൊണ്ടല്ല. ദുനിയാവിൽ ഞാൻ ജീവിച്ചത് ദുനിയാവിലെ മാലാങ്കര രാഷ്ട്രീയക്കാരെ ഭയന്നുകൊണ്ടല്ല. പിന്നെയോ അള്ളാന്റെ വിചാരണയെ ഭയന്നുകൊണ്ടാ ജീവിച്ചത്. അത് ഭയന്ന് ജീവിച്ചവർക്ക് നാളെ കിതാബ് വലങ്കയിൽ കൊടുക്കും. അവര് സന്തോഷിക്കും. ഒന്ന് വരുവിൻ, എന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കി. സന്തോഷ. നമ്മുടെ മക്കള്, സ്കൂളിൽ പഠിക്കുന്ന മക്കള്
പ്രോഗ്രസ് റിപ്പോർട്ട് മാർക്ക്, പരീക്ഷയ്ക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് വരും. വീടിന്റെ ഗേറ്റ് എത്തുമ്പോഴേ കയ്യിലെടുക്കും റിപ്പോർട്ട് അല്ലേ, എന്നിട്ട് വിളിക്കും ഉമ്മച്ചി, വാപ്പച്ചി, അത്തച്ചി, അമ്മച്ചി എന്നൊക്കെ വിളിക്കും. എന്നിട്ട് ഓടിക്കൊണ്ട് കൊണ്ടുവരും, മോന്റെ മാർക്ക് കണ്ടോ, മോളെ മാർക്ക് കണ്ടോ. സന്തോഷമാ. വെറുതെ ഇരുന്ന് പഠിച്ചൊന്നും വേസ്റ്റായി പോയില്ലല്ലോ, സന്തോഷമാ. അതിനേക്കാളേറെ സന്തോഷമാ അള്ള പരീക്ഷണമായിട്ട് എന്നെ ജീവിതത്തിൽ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലല്ലോ. കുറെ ദാടി പഠിച്ചപ്പോ ആരൊക്കെ എന്തോ പറഞ്ഞു, നിരാശാകാമുകൻ എന്ന് വിളിച്ചു, തീവ്രവാദി എന്ന് വിളിച്ചു, വെറുതെ ആയില്ലല്ലോ. തൊപ്പി ധരിച്ചപ്പോഴെന്നെ പുത്തൻവാദി എന്ന് വിളിച്ചു. തൊപ്പിയൊക്കെ പഴഞ്ചൻ സ്റ്റൈലാകണോ, എന്തിനാ തൊപ്പി വെക്കണ്ടേ എന്ന് ചോദിച്ചവരുണ്ടാകും. അതൊന്നും വെറുതെ ആയില്ലല്ലോ. സുന്നത്തനുസരിച്ച് ജീവിച്ചപ്പോ എന്നെ പുത്തൻവാദി എന്ന് വിളിച്ചിട്ടുണ്ടാകും. ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചപ്പോ എന്നെ പുത്തൻവാദി എന്ന് വിളിച്ചിട്ടുണ്ടാകും. വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തകർത്ത് തരിപ്പണമാക്കാൻ വന്ന ഗൂഢശക്തികൾക്കെതിരെ ഞാൻ പോരാടിയപ്പോ എന്നെ തീവ്രവാദി എന്ന് വിളിച്ചിട്ടുണ്ടാകും. എന്നാൽ ഒന്നും വെറുതെയായില്ല. ഈ സമയത്ത് മുഴുവൻ പടച്ചതമ്പുരാന്റെ വിചാരണയുടെ വിതുമ്പുന്ന നിമിഷങ്ങളിൽ വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ അടിയുറച്ചു നിന്നുവെങ്കിൽ ആ ഒരു വിചാരണയെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാൻ നമുക്ക് പറ്റണം. അതിനെന്ത് ചെയ്യണം? ആ വിചാരണയെ പേടിയുണ്ടാകണം. അപ്പോ വലതു കൈയിൽ കിതാബ് കിട്ടിയവർക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവർക്കും വലതു കൈയിൽ കിതാബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടത് കൈയിലെങ്ങാനും കിതാബ് വന്നാലോ പിന്നെ പ്രശ്നമാണ്. ഇടത് കൈയിലാണ് കിതാബ് നൽകപ്പെടുന്നതെങ്കിൽ ആകെ പ്രശ്നമാണ്. ഇടത് കൈയിൽ കിതാബ് കിട്ടിയവരടുത്ത് അല്ലാഹു പറയും, ഇഖ്റ കിതാബക, നിന്റെ കിതാബ് നീ ഒന്ന് വായിച്ചു നോക്കിക്കോ. കിതാബ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ധാരണ, പടച്ചോനെ 30-40 വർഷം എന്തൊക്കെ ചെയ്തു കൂട്ടി, ഒരു ദിവസത്തെ തന്നെ എഴുതിയെടുക്കാൻ വലിയ 10-15 ബുക്കുകൾ വേണ്ടി വരും. ഇത്രയും നാളത്തെ ആകുമ്പോൾ ഞാൻ 10 ഒടുങ്ങിയാരെയും കൊണ്ട് ഇവിടുന്ന് പോണല്ലോ എന്നൊരു ചിന്തയുണ്ട്. ഒന്നും വേണ്ട, പടച്ചോമ്പര ഒരു ചെറിയ ചിപ്പ് പോലെ ആക്കിയിട്ട് അങ്ങ് എടുത്തരും, വായിച്ചു നോക്കാൻ പറയും. അല്ല എന്തിനും കഴിവുള്ളവനാണല്ലോ. ചിപ്പിലുണ്ട്, എല്ലാം തുറന്നു വയ്ക്കോ. ഇന്നിപ്പോ അങ്ങനെയാണല്ലോ. ഒരു 4GB മെമ്മറി കാർഡ് കിട്ടിയ ഉടനെ പോകും തൊട്ടടുത്തുള്ള കടയിലേക്ക്, എന്നിട്ട് പറയും ഒന്ന് നിറച്ചു തരണം. എന്താ വേണ്ടേ? അതൊന്നും വേണ്ട, മറ്റതും എല്ലാം ഉണ്ടെങ്കിൽ മതി.